ഹസനി പറഞ്ഞ ഒരു ചെറിയ വാക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ നോക്ക്, നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച, മാനവ ചരിത്രത്തിലെ ഏറ്റവും പിഴച്ചൊരു ജന്മം ഫിറൗനൊന്നല്ല, നൗഷാദ് ഹസനി എന്ന് പറഞ്ഞ സാധന. അതിനെ വളർത്തിയത് ഇവിടുത്തെ സമസ്തയാ. ഓൻ പറയുന്നത് എന്താ അറിയോ? അതൊക്കെ ഇങ്ങോട്ട് നോക്ക്, ഓന്റെ പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട്, എന്റെ മൊബൈലിൽ ഓന്റെ പ്രസംഗം മാത്രം ഉണ്ട് 100 എണ്ണം. ഓൻ പ്രസംഗിക്കണം എന്താ അറിയ? ഒരു മൊബൈൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഹദിയ കൊടുത്തു. ഓന്റെ പ്രസംഗം കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, പേരോട് ഗണ്ഡിച്ചിട്ടുണ്ടായിനെ. കാരണം സഹിക്കാൻ പറ്റാത്ത വിവരക്കട പറഞ്ഞു നടക്കണത് എല്ലാ സ്ഥലത്തും. ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക. ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക ഓന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ. ജൂതന്മാര് വന്നിട്ടാണ് ഓന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ, എയർപോർട്ടിൽ നിന്ന് ഓന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിൽ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ്. നിങ്ങൾ മനസ്സിലായിക്കൂടെ? SS പറയുന്നു. അത് നിങ്ങൾ നോക്ക്, നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച, മാനവ ചരിത്രത്തിലെ ഏറ്റവും പിഴച്ചൊരു ജന്മം ഫിറൗനൊന്നല്ല, നൗഷാദ് ഹസനി എന്ന് പറഞ്ഞ സാധന. അതിനെ വളർത്തിയത് ഇവിടുത്തെ സമസ്തയാ. ഓൻ പറയുന്നത് എന്താ അറിയോ? അതൊക്കെ ഇങ്ങോട്ട് നോക്ക്, ഓന്റെ പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട്, എന്റെ മൊബൈലിൽ ഓന്റെ പ്രസംഗം മാത്രം ഉണ്ട് 100 എണ്ണം. ഓൻ പ്രസംഗിക്കണം എന്താ അറിയ? ഒരു മൊബൈൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഹദിയ കൊടുത്തു. ഓന്റെ പ്രസംഗം കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, പേരോട് ഗണ്ഡിച്ചിട്ടുണ്ടായിനെ. കാരണം സഹിക്കാൻ പറ്റാത്ത വിവരക്കട പറഞ്ഞു നടക്കണത് എല്ലാ സ്ഥലത്തും. ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക. ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക ഓന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ. ജൂതന്മാര് വന്നിട്ടാണ് ഓന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ, എയർപോർട്ടിൽ നിന്ന് ഓന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിൽ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ്. നിങ്ങൾ മനസ്സിലായിക്കൂടെ? SS പറയും.